സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 30 വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരകുണ്ട് റോഡ്, കാളിക. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണം കൃത്യമായ കണക്കില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചതിൽ അപാകത ആരോപിച്ച് പ്രതിപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധം സെക്രട്ടറി അറിയിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ UDF മെമ്പർമാരാണ് പ്രതിഷേധം അറിയിച്ചത്. ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാ മെമ്പർമാരും 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ആധികാരികത വേണമെന്നും സർക്കാർ മുൻകാലത്ത് നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ തട്ടിപ്പുകളൊക്കെ പാഠമാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം കൊടുക്കാമെന്നും ഒരു 5 ലക്ഷം രൂപ തൽക്കാലം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും LDFിൻ്റെ മുഴുവൻ മെമ്പർമാരും കൂടി അതിനെ എതിർക്കുകയും 10 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാനുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ പൈസ കൊടുത്തത് ആ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ വളരെയധികം മാനസിക പ്രയാസത്തിലാണ് പല പഞ്ചായത്തുകൾ കൊടുത്തതിന് ശേഷം ആലോചിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം എന്നും പറഞ്ഞു. പക്ഷേ ഭരണപക്ഷം അത് എന്തായാലും 10 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ പഞ്ചായത്തിന് കൈമാറി. ഇപ്പോൾ പറയുന്നത് എന്താ പറയുക, ഒരു ബോഡി അടക്കം ചെയ്യാൻ 75,000 രൂപ വേണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ സർക്കാർ ചെയ്തു എന്നുള്ള കണക്കിലാണ് കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്. അതിനെതിരെ പഞ്ചായത്തിൽ ഞങ്ങൾ പ്രതിഷേധമാണ്. കാരണം പഞ്ചായത്ത് ബോർഡിൻ്റെ പൈസ പഞ്ചായത്തിൽ നിന്നുള്ള പൈസകൾ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ കണക്കുകളും രേഖകളും വേണം. ഇത് കൊടുത്ത പൈസേൻ്റെ കണക്കുണ്ട്. നവകേരള സദസ്സിന് 50,000 രൂപയാണ് ഈ പഞ്ചായത്ത് കൊടുത്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞു 50,000 കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ആലോചിച്ചിട്ട് കൊടുത്താൽ പോരാ 50,000 രൂപ. കേരളം എന്ന് ദുരിത മുഖത്ത് പ്രതിസന്ധിയെ നമ്മൾ ഒറ്റക്കെട്ടായി തരണം ചെയ്യുന്നു, ആ സമയത്തൊക്കെ സർക്കാർ വലിയ അഴിമതി നടത്തുകയാണ്. ഇപ്പം വയനാട് സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ അഴിമതിയുടെ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സർക്കാർ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഒരാൾ 75,000 രൂപയ്ക്ക് ഒരാളുടെ സംസ്കാര ചെലവെന്ന് പറയുമ്പോൾ ചന്ദന മുട്ടി വെച്ചുകൊണ്ട് സംസ്കരിച്ചാൽ പോലും 75,000 വരാത്ത നമ്മളെ സാധാരണ നമ്മളെ പഞ്ചായത്തിൽ പോലും ക്രിമിറ്റോറിയം ഉണ്ട്, 5,500 വരുന്നുള്ളൂ. സന്നദ്ധ പ്രവർത്തകർ JCB ഫ്രീ ആണ്, സ്ഥലം ഫ്രീ ആണ്, സന്നദ്ധ പ്രവർത്തകരാണെന്ന സംസ്കാരം നടത്തിയത്. എന്നിട്ട് 75,000 രൂപ ഒരാളെ പേരിൽ സർക്കാർ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാലും മെമ്മോറാണ്ടം തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ കോടതിയിൽ കൊടുത്തിട്ടാണ്. കോടതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിശ്വസ്തമായ സ്ഥലത്ത് കൊടുത്ത കണക്കാണ് ഒരു വ്യക്തിക്ക് 75,000 രൂപ എന്നുള്ളത്. വലിയ അഴിമതിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരോട് സാമ്പത്തികമായി ഞങ്ങൾക്ക് തരുന്നതിലൊക്കെ വലിയ അവഗണന കാണിക്കുന്നുണ്ട്. അതൊക്കെ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ആ സന്ദർഭത്തിലാണ് ഇത്തരം ഒരു വലിയ അഴിമതി നടത്തിയിട്ടുള്ളത്. ഞങ്ങളെ തനത് ഫണ്ട് നികുതി, സാധാരണക്കാരായ ആളുകൾ കൊടുക്കുന്ന നികുതിയിലാണ് ഇപ്പോൾ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധിക്കുക എന്നുള്ളത്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് UDF മെമ്പർമാർ ഇന്ന് പ്രതിഷേധവുമായി. പഞ്ചായത്ത് 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് മെമ്പർമാർ പ്രതിഷേധം അറിയിച്ചത്. മെമ്പർമാരായ VK ബാലസുബ്രഹ്മണ്യൻ, നാസർബാൻ, വിഷ്ണു, സുനിത നൊട്ടത്ത്, VP അഫീഫ, MA റസാഖ്, നിഷാദ് പൂക്കോട്ടുംപാടം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Teddy Baby Diaper and Pants made for Indian baby body type.